ഹലോ. വൈകുന്നേരമായപ്പോൾ വല്ലാത്തൊരു വിശന്നാൽ പിന്നെ കണ്ണും മുഖവും കാണാത്തതുകൊണ്ട് മാഗി ഉണ്ടാക്കി. ഇതിൻ്റെ ആൾ അനാനു കേട്ടോ. അനാനുവിന് സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ട് മാഗിക്ക്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ബീച്ചിൽ പോകാമെന്ന് തോന്നി. ഞാൻ കുറേ കാലമായിട്ടുണ്ടോ ബീച്ചിൽ പോയിട്ട്. പ്രഗ്നൻ്റ് ആയ പിന്നെ എൻ്റെ മോം ടു ബി എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ പോയിട്ടില്ല ആ വഴിക്ക്. അങ്ങനെ ആശിച്ചു മോഹിച്ച് ബീച്ചിലേക്ക് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും വെറുതെ ഒന്ന് ഇറങ്ങി കാറ്റൊക്കെ കൊണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. സത്യം പറയാലോ, ഈ സൺസെറ്റിൻ്റെ ടൈമിൽ ബീച്ചിൽ പോകുമ്പോൾ കിട്ടുന്ന ഭംഗിയൊന്നും വേറെ എപ്പോൾ പോയാലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ബീച്ചിൽ പോവേണ്ടതും. പക്ഷേ ഇതാനും എമിലുവിനെ ഫസ്റ്റ് ടൈമാണ് ബീച്ചിൽ കൊണ്ടുപോകുന്നത്. അവരായിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം, അതുപോലെ അവരെ കടലിലൊക്കെ ഒന്നിങ്ങനെ വെള്ളത്തിലിറക്കണം, അതായത് കാലിങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയായി. അപ്പോൾ പിന്നെ നേരെ നിന്ന് ചുറ്റിത്തിരിയാതെ നമ്മൾ വണ്ടിയിൽ കയറി. അങ്ങനെ നേരെ ഉമ്മച്ചിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാനും എമിലും ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വന്ന പാടെ രണ്ടുപേരും താഴെ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്നുണ്ട്. ഇവിടേക്ക് വരുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് തോന്നി, അപ്പോൾ അങ്ങനെ പോന്നു. ഇവർ ഇങ്ങനെ നീന്താനായപ്പോൾ ഇവിടെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ പുതിയൊരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ രണ്ടുപേരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ വരുന്നത് ബാബി അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ബാബി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയാട്ടോ. അപ്പം ഞങ്ങളെ പെട്ടെന്ന് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. അപ്പോൾ ഉണ്ണികളെ കളിപ്പിച്ചും കുറേ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ മറ്റാൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സംസാരമൊക്കെ ഒരു വഴിക്ക് നടക്കുമ്പോൾ ഇവിടെ ചായയും ചായക്കടിയും വന്നിട്ടുണ്ട്. പരിപ്പുവടയുണ്ട്, മുട്ട ബജിയുണ്ട്, പിന്നെ അടിപൊളി ചമ്മന്തി. പരിപ്പുവടയും മുട്ട ബജിയൊക്കെ കഴിച്ചിട്ടാ അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. ചമ്മന്തി സൂപ്പറായിരുന്നു. ആ മുട്ട ബജിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും ഇവിടെ കയറിയിരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തിയത്, പക്ഷെ അവർ അതിനു വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പോരുന്നത് നോക്കിയിട്ടാട്ടോ ബാബി നിൽക്കുന്നത്. ആൾക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ എത്തുകയുള്ളൂ. ടാറ്റാ.